ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് മാത്തേറാനിലാണ്. മാത്തേറാനിലെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സീസൺ ടൈം അല്ലെങ്കിൽ പോലും ഇവിടുത്തെ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഇത് ശരിക്കും ഞാൻ പറയുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ പോയി കണ്ടിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം ഞാൻ ഇന്നലെ മുമ്പേ എത്തുന്നത് തൊട്ടുള്ള ഇവിടെ വരെയുള്ള കാഴ്ചകൾ ആദ്യം നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് മാത്തേറാൻ കാഴ്ചകളും കാണാം. ഓക്കെ, അങ്ങനെ നല്ലൊരു ഓട്ടത്തിന് ശേഷം ഞാൻ മുമ്പേ ഏകദേശം റീച്ചായി. ഇപ്പം സമയം 12:10. ഇതുവരെ ഒന്നും കഴിച്ചില്ല. റൂമിൽ നിന്ന് ഇറങ്ങിയപ്പം കുറച്ചങ്ങോട്ട് മാറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നിന്നതാ. പിന്നെ ആ ഫ്ലോയിൽ ഓടിച്ചേക്ക് പോകുന്നു. അപ്പൊ നല്ല വിശന്ന് വന്നപ്പോഴത്തേക്ക് ഫുള്ള് ബ്ലോക്കിനകത്തൊക്കെ ആയി. ഇപ്പൊ ഒരു സ്ഥലം കിട്ടി നിർത്തി. പിന്നെ ഇവിടെ എന്തെങ്കിലും കഴിച്ചിട്ട് കാണുമ്പോ ഗൈസ് ഇവിടുന്നുണ്ടല്ലോ ബുർജി പാവ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ നോക്കാൻ കഴിച്ചിട്ട് സാധനം ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബുർജി പാവ് ഉള്ള കേട്ടോ. ഉണ്ട് ഈച്ച ഉണ്ടെന്നുള്ള ശല്യം കഴിച്ചാൽ സാധനം ടേസ്റ്റ് ഉണ്ട്. 50 രൂപ. ഞാൻ അന്നേരം പെട്ടെന്ന് ഫോൺ വെച്ചിട്ട് പിന്നെ ഇരുന്ന് ഈച്ച ഓടിക്കുക കഴിക്കുക, ഈച്ച ഓടിക്കുക കഴിക്കുക. ഗൈസ് രാത്രി ഇവിടെ വന്ന് സ്റ്റേ അടിച്ച് രാവിലെ റൂമിന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ശരിക്കും ആള്. അപ്പോഴത്തേക്ക് എനിക്ക് ഇങ്ങനെ എന്താ പറയുക, വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര ചമ്മല്. ഒരുപാട് ആളിനെ കണ്ടപ്പോൾ ഇപ്പം ഇച്ചിരി ഒതുങ്ങിയ ഒരു ഏരിയ കിട്ടി. അതുകൊണ്ടാണ് ഒരു ഇൻട്രോ എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോക്കകത്ത് തന്നെയാണ് ഇത് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്നാലും രാവിലെ നമ്മൾ നേരെ ഇനി മാത്തേറാൻ കാഴ്ചകൾ. മാധവ്ജി വ്യൂ പോയിന്റ്. മാധവ്ജി വ്യൂ പോയിന്റ് ഇവിടെ ഈ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണിൽ വരുമ്പം ഈ മലയൊക്കെ ഫുള്ള് മഞ്ഞ കളറിൽ കാണപ്പെടും പൂക്കളാൽ. നടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതാ ഇതുപോലുള്ള ആളുകളുണ്ട് ഇവിടെ. അവരുടെയൊക്കെ ജീവിതമാർഗം ഇതാണ്. അല്ലെങ്കിൽ നമുക്കിതുപോലെ കുതിരപ്പുറത്ത് പോവാം. ഇതാണ് ഐസ് ഗോള. ഐസ് ഗോളയിൽ കാലഘട്ട എന്ന് പറഞ്ഞ ഫ്ലേവർ ആഡ് ചെയ്തിട്ടുള്ളത്. കാലഘട്ട ഫ്ലേവർ എനിക്കൊരു ടോണിക് ഫീലാണ് ഗൈസ് കിട്ടിയത്. അണ്ണൻ്റെ ആ ഒരു എനർജി നോക്കി. അണ്ണൻ ഓടി കവർ ചെയ്യാണ് ഇവിടെ ഫുള്ള്. താഴെ നോക്കി നടന്നില്ലെങ്കിൽ കുതിരക്കാട്ടം നമ്മുടെ കാലിൽ ഉറപ്പാണ്. ഇവിടുത്തെ മെയിൻ കാഴ്ചകൾ ഇതൊക്കെയാണ് ഗൈസ്. ഇവിടെ നമുക്ക് താഴേന്ന് ഈ റൂമൊക്കെ ഉള്ള ഏരിയ വരെ എത്താൻ ഒന്നെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഓട്ടോ എടുക്കണം, ഇല്ലെങ്കിൽ ടോയ് ട്രെയിൻ. ആ കാണുന്നൊരു വ്യൂ പോയിൻ്റാണ്. മഴക്കാലത്ത് ഇവിടുന്ന് ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെയൊക്കെ നമുക്ക് നിന്ന് കുളിച്ചു പോവാം. ഇതാ ഇങ്ങനെ അവിടുന്ന് ഒഴുകി വരും. എനിക്ക്
എനിക്കറിയാം കേട്ടോ, ശരിക്കും ഞാൻ സംസാരിക്കുന്ന രീതി അത്ര രസമില്ല എന്ന് കണ്ടുകൊണ്ടിരിക്കാൻ. സെറ്റാക്കി എടുക്കണം ഗൈസ്. അതുപോലെ ഈ ഒരുപാട് ആളുകളുള്ള ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടാറേ ഇല്ല. എന്താ ഭയങ്കര പാടാണ്. എന്തായാലും എനിക്കത് സെറ്റാക്കി എടുക്കണം. പക്ഷേ ഇപ്പോൾ ഇടുന്ന വീഡിയോയും സംസാരമൊന്നും കൊള്ളില്ല എന്നൊരു നിങ്ങളാരും കാണാതെ പോകരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞാനിതൊക്കെ ചെയ്യുന്നതുകൊണ്ടും കാര്യമുള്ളൂ. സപ്പോർട്ട് ചെയ്യുക. ഞാൻ ബെറ്ററായി വരും. അന്ന് നമ്മൾ നല്ല രീതിയിൽ വീഡിയോസും ഈ സംസാരവും ഒക്കെ സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. ഇപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറവും, കാരണം തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും അങ്ങനെ കണ്ടിന്യൂസ് വീഡിയോസ് ഇട്ടിട്ടില്ലാത്തതുകൊണ്ടും ആ ഒരു ഫ്ലോ ഒന്നും എനിക്ക് വരുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് സെറ്റാക്കി എടുക്കണം. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോസ് ഇടാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ഒരു കമൻറ്റൊക്കെ ഇട്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സപ്പോർട്ട് അറിയിക്കുക. അത്രേ ഉള്ളൂ പറയാൻ. എന്തായാലും നമ്മൾ ബെറ്ററാക്കി എടുക്കും ഗൈസ്. അപ്പം എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഗൈസ്. ഇവിടുന്ന് വ്യൂ ആണ് എന്ത് രസമാണെന്നൊക്കെ. ഇതാ ഈ പാട് കാണുന്നുണ്ടോ പാറയിൽ? ഇതൊക്കെ മഴക്കാലത്ത് വെള്ളം ഒഴുകുന്ന ഏരിയ ആണ്. നല്ല രസമുണ്ടല്ലേ വ്യൂ? ഇവിടുന്ന് ഇത് റെന്റിനെടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. അടുത്തത് ലോഡ് പോയിന്റ്. ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. ആളില്ലാത്ത ഏരിയ വരുമ്പോൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത്. ഇതാണ് ലോട്ടസ് വ്യൂ പോയിന്റ്. അപ്പുറത്ത് നിന്ന് കണ്ട അതേ വ്യൂ തന്നെയാണ് ഇവിടെ നിന്നും കാണുക. ഇനി ബാക്കി യാത്ര ചീസ് മാഗി കഴിച്ചിട്ട് അടുത്ത പോയിന്റ്. നമ്മൾ ഏത് വ്യൂ പോയിന്റിലും പോകുമ്പോൾ കാണുന്നത് ഒരേ മല തന്നെയാണ് കേട്ടോ. പക്ഷേ മെയിൻ രസം ആ വ്യൂ പോയിന്റ് അല്ല, വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴികളാണ് എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയത്. കണ്ടോ, പുറകെ കാണുന്ന മലയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഓൾമോസ്റ്റ് അല്ല, സെയിം മല തന്നെയാണ് കാണുന്നത് ഗൈസ്. ഇതാ ദൂരെ കാണുന്നതാണ് തടാകം. പാവം കുതിരകള് ലോഡെടുത്ത് കുഴഞ്ഞു നിൽക്കുകയാണല്ലേ. തൊട ഓക്കെ സെറ്റ് ഗൈസ്. ഇനി കുറച്ച് കുതിര സവാരി. നമ്മൾ പോകുന്ന കുതിരയുടെ പേരാണ് ലവ് ഗുരു. ഇവൻ ലവർ ബോയ്. സൽമാൻ ഖാൻ ആൻഡ് ഗോവിന്ദ. ഓ ഗൈസ്, ഇതാണ്ട് ആ വി പോലത്തെ സംഭവം കണ്ടോ? മാർച്ച് 26 ആകുമ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് സണ്ണ് വരും. മലയുടെ ബാക്ക് സൈഡിലാണ് സൽമാൻ ഖാൻ്റെ പ്രൈവറ്റ് വില്ല ഉള്ളത്. പുള്ളിയുടെ ബർത്ത്ഡേ പാർട്ടിയും ഒക്കെ പുള്ളി അടിച്ചു പൊളിക്കുന്ന ഈ മലയ്ക്കപ്പുറമുള്ള വില്ലയിലാണ്. ഓ, കുതിരപ്പുറത്തുള്ള യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. പണ്ട് രാജസ്ഥാനിൽ പോയിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് കയറിയ ഫീല് പെട്ടെന്നൊരു ഓർമ്മ പുതുക്കൽ. ഗൈസ്, ഇതാ കാണുന്ന തടാകമാണ് നമ്മൾ ആ വ്യൂവിൽ നിന്ന് ആദ്യം കണ്ടത്. ഇതിപ്പോൾ കുറച്ചുകൂടെ അടുത്തും വന്ന് കുറച്ചുകൂടെ നല്ല വ്യൂവിൽ കാണാനും പറ്റുന്നുണ്ട്. എന്ത് രസമല്ലേ? ഇത് നമ്മൾ മുമ്പേ കണ്ട സ്ഥലങ്ങൾ അതൊക്കെയാണ്. അവിടുന്ന് അങ്ങനെ ഓരോ പോയിന്റ് വന്ന് നിന്ന് കണ്ടിട്ടാണ് ഈ സൈഡ് കണ്ടുകൊണ്ടിരുന്നത്. അതെല്ലാം നമ്മളിനി ഇപ്പുറത്തെ മലയിൽ നിന്ന് നമ്മൾ കണ്ട മല ഒന്നുകൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മല ഇങ്ങനെ ഫുള്ള് സീ പോലെ കിടക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ അവിടുന്ന് ഇങ്ങനെ കണ്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് കാണും. അങ്ങനെ ആ ഒരു സി ഷേപ്പ് മല. പിന്നെ ആ വി പോലത്തെ മലയാണ് ആ സൈഡിൽ കാണുന്നത്. അവിടെ മാർച്ച് 26 ആകുമ്പോൾ ആ രണ്ട് മലയുടെ നടുക്കായിട്ട് കറക്റ്റ് സൂര്യൻ വരും. ആ വ്യൂ എന്തെങ്കിലും ഒന്ന് വന്ന് കാണണം. അടിപൊളിയായിരിക്കും അത് നേരിട്ട് കാണാൻ. ഗൈസ്, ആ കാണുന്നതാണ് മാത്തറാനിലെ ആദിവാസി വീടുകൾ. ടെമ്പിൾ കാണുന്ന കണ്ടോ നേരെ? അതിൻ്റെ തൊട്ട് ബാക്കി കാണുന്ന അവിടുത്തെ സ്കൂളാണ്. ഈ ഏരിയയിൽ പണ്ടൊരു ഫോറിനർ ലേഡി കുതിരപ്പുറത്ത്, പുള്ളിക്കാരിക്ക് കുതിര റൈഡിങ് അറിയായിരുന്നു. ഇതിലെ വന്നിട്ട് സ്പീഡിൽ വന്ന് കുതിര ഫോറിനർ ലേഡിയും കൊണ്ട് ഇവിടുന്ന് ചാടി.
മരിച്ചു. നല്ല താഴ്ച. അതുപോലെ ആ മരിച്ച ഫോറിനർ ലേഡിയുടെ ഹസ്ബൻഡ് ഈ സ്ഥലം വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി നോക്കി. പക്ഷേ ഇവിടുന്ന് ആരും അത് കൊടുത്തില്ല. കാരണം അവരുടെ ആ ഒരു പേരിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സ്മാരകം പോലെ. പക്ഷേ ഇവിടുത്തുകാരത് കൊടുത്തില്ല. ഇതിലുള്ള റൈഡ് അടിപൊളിയാണ് കേട്ടോ. ഇതാണ് ഇവൻ്റെ പേരെന്തായിരുന്നു? ലവർ ബോയ് ഭയ്യ. ഓ നമുക്ക് ലവ് ഗുരു. ഓക്കെ, ഇതിൻ്റെ പേര് ലവ് ഗുരു. ഇങ്ങനെയുള്ള റൈഡ് അടിപൊളിയാണ്. ഇനി വ്യൂ പോയിൻ്റ് കണ്ട് ഇനി ഇവിടെ നമ്മൾ തിരിച്ചും ഇവനിൽ തന്നെയാണ്. ഇതിന് നമുക്ക് മൊത്തത്തിൽ ചാർജ് വന്ന 1000 രൂപയാണ് കേട്ടോ. പക്ഷെ എന്നാലും വർത്താണ് ഗൈസ്. ഇതാണ് ഹണിമൂൺ പോയിന്റ്. നിങ്ങൾ വിചാരിക്കും ഇത് കപ്പിൾസ് വരുന്ന ഹണിമൂൺ പോയിന്റ് ആയിരിക്കും, പക്ഷേ അല്ല ഗൈസ്. ഇവിടുത്തെ ആദിവാസികൾ ഏതോ ഒരു മാസത്തിൽ ഇവിടെ വന്ന് ഇവിടുത്തെ ഹണി എല്ലാം കളക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഏരിയക്ക് ഹണിമൂൺ പോയിന്റ് എന്നുള്ള പേര് വന്നത്. അതുപോലെ ഈ മരത്തിലൊക്കെ തേനീച്ച കൂടുകളുണ്ട്. അതെടുത്തിട്ട് അവർ നമുക്ക് ഇവിടുന്ന് തന്നെ വിൽക്കുകയും ചെയ്യും. അങ്ങനെ ഹണിമൂൺ പോയിന്റ് ഇവിടെ കഴിഞ്ഞു ഗൈസ്. ഇവിടെയാണ് ആ വ്യൂ പോയിന്റ്. മാത്തേരാനിലെ പോസ്റ്റ് ഓഫീസ്. സോ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്. മാത്തേരാനി വന്നിട്ട് അവിടുത്തെ പാനിപ്പൂരിയുടെ കഴിക്കാതെ എങ്ങനെ ഒരെണ്ണം കഴിച്ചിട്ട് അതിൻ്റെ ഒരു എരിവ് മറിയ കരുതാം. ഗൈസ്, ഇതാണ് മാത്തേരാനിലെ ടോയ് ട്രെയിൻ. ഇത് അമാൻ ലോഡ്ജ് തൊട്ട് മാത്തേരാൻ വരെയാണ് ഇതിൻ്റെ മെയിൻ സർവീസ് ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്കി മൊത്തം വ്യൂ പോയിന്റ് നമ്മൾ നടന്ന് കാണണം. ഇല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി പോകണം. മാക്സിമം നമ്മൾ കുറേ നടന്നു, ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഓൾറെഡി നമ്മൾ നടന്നു. അതിനുശേഷമാണ് നമ്മൾ കുതിര എടുത്തത് തന്നെ. കുതിര ഒരാൾക്ക് വരുന്നത് 1000 രൂപയാണ്. അതിന് അത്യാവശ്യം വർത്താണ്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് കൽക്കരിയിലാണ് ഈ ടോയ് ട്രെയിൻ ഓടുന്നത്. ഇവിടെ മെയിനായിട്ട് പെട്രോൾ വണ്ടി ഇല്ല, ഡീസൽ വണ്ടി ഇല്ല. ഇവിടെ ആകെ ഉള്ളത് ഒന്നെങ്കിൽ നമ്മൾ താഴെ നിന്ന് ഇലക്ട്രിക് ഓട്ടോയിൽ വരണം, ഇല്ലെങ്കിൽ ടോയ് ട്രെയിനിൽ വരണം. ഇവിടെ അല്ലാണ്ട് വേറെ ഡീസൽ വണ്ടിയും പെട്രോൾ വണ്ടിയും ഇല്ലാത്ത ഏക ഇന്ത്യയിലെ സ്ഥലം മാത്തേരാനാണ്. അതുപോലെ തന്നെ സ്കൂളുകളുണ്ട്, പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അങ്ങനെ അടിപൊളിയാണ് മാത്തേരാൻ കാഴ്ചകൾ. അങ്ങനെ ഗൈസ്, ഇതിൻ്റെ ഇവിടെ കയറാനും എഞ്ചിൻ്റെ അവിടെ കയറാനും ഒരു ഭാഗ്യം കിട്ടി. കൊള്ളാട്ടോ. ഇത് നോക്കി, കാട്ടിൽ നിന്നുള്ള ഇത് ഫ്രൂട്ട്സ് ഒക്കെ പറിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കച്ചവടം ചെയ്യും. दीदी वो कितना है? ये वाला 50 वाला, ये 40 वाला है। 50 वाला है, 50 वाला 40 वाला. ഓക്കെ ഗൈസ്, ഇത് ഇവിടുത്തെ കാട്ടിലൊരു പഴമാണ്. ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അവരുടെ അടുത്തുനിന്ന് മേടിക്കുമ്പോൾ തന്നെ അവർ ഇതിനകത്ത് അവരുടെ ഒരു മസാലയുണ്ട്, ഉപ്പും ചെറിയൊരു എരിവൊക്കെ കൂടി ഇട്ട് അവർ തരുന്നതാണ്. എന്തായാലും കഴിച്ച് നോക്കാം. കൊള്ളാം, നൈസാണ്. ഇതിങ്ങനെ തന്നെ ആ ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് തന്നെ കഴിക്കണം. കൊള്ളാം. അങ്ങനെ മാത്തേരാനിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുകയാണ് ഗൈസ്. താങ്ക് യു. വിസിറ്റ് അഗെയിൻ. ഷുവർ.